കുഞ്ഞേ എന്നാ പരിപാടിയാ? ഒന്നും എടുക്കുവല്ല. പിന്നെ വണ്ടിയെല്ലാം പെറുക്കി വെച്ച് നിരത്തി വെച്ചിരിക്കുന്നത് എന്താ? ഓടിക്കുമായിരുന്നു. കുഞ്ഞുമാവ് വണ്ടി ഓടിച്ച് കളിക്കുന്നു. എന്തേ ഒരാള് ഇപ്പൊ വരും. പെട്ടെന്ന് എഴുന്നേറ്റ് പോരെ, ഇല്ലെങ്കിൽ അച്ചമ്മച്ചി കഞ്ഞിപ്പാത്രമായിട്ട് ഇങ്ങോട്ട് വരും ചിലപ്പോ. അവിടെ കിടന്ന് ചൂടാകുന്നുണ്ട്, വേണേ വന്ന് കഞ്ഞി കുടിച്ചോളാനൊക്കെ പറയുന്നു. ഓടി വാ, വണ്ടിയെല്ലാം എടുത്ത് വെച്ചിട്ട് പോരെ. വണ്ടിയെല്ലാം ഷെഡിൽ കയറ്റൂ, കഴിക്കാൻ വരൂ. കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ഇതെല്ലാം പേരറിയുവോ? പേരറിയാനായിരിക്കുന്നത്, എന്റെ കാശ് എന്താ കളഞ്ഞേക്കുന്നതെന്ന് അറിയോ? അതെ 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 അതെ. അവരന്മാരെ വിളി. ഇന്ന് വൈകുന്നേരം നല്ല നാടൻ ഫുഡാണ് കേട്ടോ. കപ്പ. ഞാൻ വെജാ. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഞാൻ നോയമ്പെടുക്കും. അപ്പം തിരുപ്പതിക്ക് പോവാ. അത് കൊള്ളാം. ആരാ പറഞ്ഞേ? അപ്പം നല്ല കഞ്ഞി, നല്ല മാങ്ങ ചമ്മന്തി, പാവയ്ക്ക തോരൻ, നല്ല കപ്പ. വേണമെങ്കിൽ ഇപ്പം വന്ന് കഴിച്ചു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് കുറച്ച് ഓർഡർ പറഞ്ഞ സാധനം എല്ലാം പായിക്കാനുണ്ട്. ഞാൻ തന്നെ വേണ്ട ഇതെല്ലാം ചെയ്യാൻ, നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ഓർഡറെല്ലാം വരുന്നത് ഇത് ഞാനിത് കുറേ നോക്കും, പിന്നെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും. ഇതെല്ലാം കഴിഞ്ഞ് വെച്ചാൽ പകരത്തെ പണി കഴിഞ്ഞ് വന്നിട്ട് ഇനി വൈകുന്നേരം ഇരുന്ന് വേണ്ട ഇതെല്ലാം നോക്കി ചെക്ക് ചെയ്തെടുക്കാൻ. 2-3-4 ദിവസം മുന്നേ വന്ന കുറേ ഓർഡറൊക്കെ ഇപ്പോഴെല്ലാം ഒന്ന് തപ്പിയെടുത്തത്. ആ ഫോണിൽ വന്നിട്ട് നോക്കോ, ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കാം. എന്നാ പിന്നെ ഈ നമ്പർ ഒരു ഫോണിനകത്തിട്ട് അങ്ങ് വന്നേക്കട്ടെ. പെട്ടെന്ന് കഞ്ഞി കുടിച്ചോ, എന്നിട്ട് അങ്ങോട്ട് പോയിരുന്ന് പായ്ക്കുക. ഞാൻ എളുപ്പം കഞ്ഞി കുടിക്കും, ഉറങ്ങാൻ. ആണോ? അമ്മ കിടന്നു. അല്ല, അശോകന് ക്ഷീണമാകാം. ആണോ? ഇപ്പൊ ചോറ് വെക്കാൻ പോവാ. ചോറ് വെക്കാനല്ല ഇത്, ഇന്നേ അരി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയായിരുന്നു. രാവിലെ ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാനേ, അതുകൊണ്ട് പുട്ടുണ്ടാക്കാനായിട്ട് കുത്തരി വെള്ളത്തിലിട്ടതാ. പുട്ടുണ്ടാക്കാൻ കുത്തരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ നല്ല അടിപൊളി പുട്ടുണ്ടാക്കാം. അതെ, പുട്ടും കടലക്കറിയാ നാളെ രാവിലെ. അല്ല, കടല വേറെ വെള്ളത്തിൽ ഇടാനാ. കുറച്ചേ വായിക്കാനുണ്ട്, ഒരു 1/4 കിലോ 1/2 കിലോ ഒക്കെ ഒരു കുറേ ഉണ്ട് അയക്കാനായിട്ട്. എന്തിയ പാക്കിങ്ങിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരാള്? അവനെന്തിയാടാ? പോപ്പി എവിടെ? എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേ. അവൻ അന്നേരം വണ്ടി ഓടിക്കാൻ പോയെന്ന് തോന്നുന്നു. വണ്ടിയെല്ലാം പെറുക്കി വെച്ചിട്ട് വാ. അച്ചമ്മച്ചേ, കുറുക്കുണ്ടാക്കാനുള്ള ഏത്തക്കായെല്ലാം റെഡിയാക്കി വെച്ചാണേ. ഇന്നൊരു ദിവസത്തെ വെയിലേ ഉള്ളാണ്. വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ. രാവിലെ വെയിൽ കഴിക്കും, പക്ഷേ ഇന്നത്തെ വെയിൽ എന്നാ ചൂടായിരുന്നു. നല്ല ചൂടായിരുന്നു. ഉണക്കായോ? പക്ഷെ എത്ര ഒരു 5 കിലോ ഉണങ്ങിയിട്ട് ഇപ്പൊ എന്നാ വേണം? ഉണങ്ങി വരുമ്പോൾ തൂക്കമേ ഇല്ലല്ലേ? വെള്ളമയം മൊത്തം പോവല്ലേ? 27 കായത്. അത്രയും കായുണ്ടോ? 27 കായത്. നല്ല സൂപ്പർ കായുമായിരുന്നു. നല്ല വിളവായി. ഒരുപാട് വളർച്ചയില്ല, കായ ഇടത്തരം കായ, പക്ഷെ നല്ല മൂത്ത കായ. പെട്ടെന്ന് പൊളിക്കി എടുക്കുന്ന എത്ര ഉണങ്ങിയല്ലോ, നല്ല വെറുതെ. രണ്ട് വെയിലൂടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇവിടുത്തെ കാലാവസ്ഥക്ക് ഇതൊന്നും ഉണങ്ങിച്ചാണൊക്കെ നമുക്ക് ആ മറ്റേ ഡ്രയർ വാങ്ങിച്ചാലോ? ചെറിയ ഡ്രയർ ഉണ്ട്, അതാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിനകത്താകുമ്പോൾ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ചെയ്യാറുണ്ട്. മുരിങ്ങയില, പിന്നെ ഈ ഇതില്ലേ ചെമ്പരത്തി പൂവും, അതും കൂടെ നല്ലപോലെ ഉണങ്ങി പൊടിച്ചെടുക്കുവാണെങ്കിൽ ഈ ചെമ്പരത്തി താളിയില്ലേ, താളിപ്പൊടി മേടിക്കാൻ കിട്ടുമല്ലേ കടയില്? കിട്ടും. അത് ഈ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞി മാറിപ്പോലും കേട്ടോ. പാക്ക് ചെയ്യുന്നതെല്ലാം കറക്റ്റ് പേര് ഞാൻ എഴുതിക്കോളാം. തൂക്കി ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. അവസാനം ഒന്നിച്ച് നമുക്ക് എല്ലാം കൂടെ സീൽ ചെയ്യാം. ഇല്ലെങ്കിൽ മാറ്റി മാറ്റി എപ്പോഴും കുത്തണം. അതാ പറഞ്ഞു.
എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ആ, ഇങ്ങനെ ഓരോ പണി ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുകയല്ലേ? അതിന്റെ അകത്ത് കൈയിട്ട് വരാൻ നല്ല രസമുണ്ടെന്നാ ഉദ്ദേശിച്ചത്. ആ, അത് കൊള്ളാലോ. ഇപ്പൊ വീടിനകത്തോട്ട് വന്ന് കയറുമ്പോ ഏലക്കാട മണമല്ലേ? അതെ അതെ, സ്പൈസസ് സ്പൈസസിന്റെ മണമല്ലേ മൊത്തം? സ്പൈസസ് ഹൗസ്. ഏലക്കാട മണം കുഴപ്പമില്ല, കുരുമുളകിന്റെ മണമാണെങ്കിൽ. ആ, ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സീൽ ചെയ്യാം. ഇനിയും ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കൂടെ പാക്ക് ചെയ്യണോ അല്ലേ അച്ഛേ? മൊത്തം ഇപ്പം ഇനി അത് കുറേ സാധനങ്ങൾ കൂടെ വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തതെല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഇപ്പം എല്ലാം സീൽ ചെയ്യാം. രാവിലെ തേങ്ങാവെള്ളം കുടിച്ചോണ്ടങ്ങ് തുടങ്ങിയേക്കാം. നമുക്ക് ഇന്നലെ വൈകുന്നേരമേ അരി വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു പുട്ടുണ്ടാക്കാൻ. നമ്മൾ ചോറ് വെക്കുന്ന സാധാ കുത്തരി, അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇന്ന് മിക്സി പൊടിച്ചെടുക്കാം. പുട്ടുണ്ടാക്കിയ നല്ല സൂപ്പറാണ് ഇത്. ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാ കുത്തരിയും ചാക്കരിയും ഒക്കെ പൊടിച്ചുണ്ടാക്കുന്ന. ഇത്. പുട്ടിനുള്ള കടലക്കറി, ഉച്ചക്കത്തെ നല്ല പയറ് തോരൻ, നമ്മുടെ സ്വന്തം പയറ് പറിച്ചതാ. അത് മുറ്റത്ത് തന്ന പയറ്. ഞാൻ പയറുതോരനിലേക്ക് കിടക്കുക. പിന്നെ ഇന്നലെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നുകൊണ്ടാന്ന് തോന്നുന്നു കുഞ്ഞിയൊന്നും എണീറ്റേ ഇല്ല. പോപ്പിക്ക് ഇന്ന് ക്ലാസ് ഇല്ല, കുഞ്ഞിക്ക് ക്ലാസ് ഉണ്ട്. വിളിച്ചെണീപ്പിക്കണം. കുഞ്ഞിന്ന് പറയുന്നത് കേട്ടു. ഓ, ഇന്നൊരു ദിവസം ഞാൻ പോകുന്നില്ലല്ലോ. അത് പോപ്പിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിക്ക് മടിയാ പോകാനെന്ന്. ഈ പയറേ നല്ല ബീൻസ് പയറിനേക്കാളും സ്മൂത്താണെന്ന് തോന്നുന്നു അല്ലേ? പയറ് ഒരുപാട് സൈസ് ഇല്ല, ഇത് നല്ല സൈസ്. ഇത് നീലപ്പയർ പോലത്തെയാ, അത്ര നീലയല്ല താനും. നല്ല അടിപൊളി സാധനമാണ്. ഇത് മൂത്ത് കഴിയുമ്പോൾ പൊളിച്ചിട്ട് തോരൻ വെക്കാൻ നല്ലതാ. നല്ല രസമുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കത് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു മൂടേ ഉള്ളൂ. ഒരെണ്ണം മതി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ തോരൻ വെക്കാനുള്ളത് കിട്ടും. നമ്മുടെ പയറിന് ഇനി ഇച്ചിരി തേങ്ങയും കൂടെ തേങ്ങ ഇച്ചിരി ഒതുക്കി ചേർക്കുന്നത് നല്ലത്. ശകലം ജീരകവും കൂടി ഇട്ട് നമ്മുടെ പുട്ടും കൂടെ അങ്ങ് വെച്ചേക്കാം. ഇതാണ് ഈ കുത്തരി പൊടിച്ചത്. കുത്തരി പൊടിച്ചതായത്. ഈ കുത്തരി പൊടിച്ചുകൊണ്ട് പുട്ടുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ആ, ഇതുവരെ കഴിച്ചിട്ട് ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഞാനവർക്കെല്ലാം മുട്ടുപൊടിയാണല്ലോ. എന്തെല്ലാം സാധനം ഉണ്ടാക്കാന്നറിയാവോ? ഇത് വെച്ച് ഉണ്ട ഉണ്ടാക്കി അടിപൊളിയാ. നമ്മൾ ഉണ്ടാക്കി കിടക്കുക, അവര് തിന്നുക. എല്ലാം തിരക്കുന്നുണ്ടോ? എന്നതാ സാധനം ഒന്നും ഒരു പിടിയില്ലായിരുന്നു അല്ലേ? ഇതേ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് നല്ലപോലെ ഉരുട്ടിയിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് പുഴുങ്ങിയെടുത്താൽ നല്ല അടിപൊളി ഉണ്ട കിട്ടും. അല്ലാതെ ഇഡലിപ്പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്താലും നല്ലതാണ്. പിള്ളേർക്കൊക്കെ കുഞ്ഞിലെയൊക്കെ ഇങ്ങനത്തെ കുഞ്ഞുണ്ട ഉണ്ടാക്കി കൊടുക്കും. പയറുതോരനകത്ത് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി, ഇനി അത് ശകലം നേരം കൂടെ ഒന്ന് അരപ്പ് വേകാനുള്ള സമയം കൂടെ ഇരിക്കണം. ആ, നീ അരപ്പൊന്ന് വന്നാ റെഡിയായി. നമ്മുടെ കടലക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടേ, കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ശകലം കടലയും കൂടെ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ച് ചേർക്കും. പുട്ട് വേകുമ്പോഴത്തേനും തോരൻ വെന്തല്ലോ, ഇനി അടുപ്പിലോട്ട് കടലക്കറിയും കൊണ്ട് റെഡിയാക്കും. ഇന്നലെ പകലേ നല്ല വെയിലായിരുന്നു, രാത്രിയായപ്പം മഴയായി. ഇപ്പം ഇന്ന് രാവിലെയും കൂടെ മഴയാന്ന് തോന്നുന്നു. ആകാശമൊക്കെ തെളിയുന്നുണ്ട്, എന്നാലും ഒരു മഴ പോലിരിക്കുന്നോണ്ട് ഒരു രസമില്ല എഴുന്നേറ്റിട്ട്. ഈ പയറാകട്ടോ ഇപ്പൊ അടുക്കളയിരുന്ന് വേവുന്നേ. പച്ചയ്ക്ക് തിന്നാനൊക്കെ ടേസ്റ്റാ, പക്ഷെ അച്ചമ്മച്ചി ഓടിക്കും. ഇത് കണ്ടോ, ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് പയറ്. നമ്മുടെ ബന്ദി പൂവെല്ലാം നല്ല സെറ്റായിട്ട് വരുന്നുണ്ടല്ലോ കുഞ്ഞി. ആ, ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഈ 2 സൈഡിലും അങ്ങോട്ട് വെക്കണം വഴിയുടെ അല്ലേ? നേരത്തെ മരം പോലെ ഉണ്ടായിരുന്നേ, കാട് പോലെ. അപ്പം ഇവര് മുഴുവൻ വെട്ടിക്കളഞ്ഞു, വലിയതായിരുന്നു, മുഴുവൻ വെട്ടിക്കളഞ്ഞു ഇവര്. ഇപ്പൊ എന്നിട്ട് നല്ല രസമാണ്. ഇതേ ചേട്ടാച്ചനും കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രാവിലെ മഴയൊക്കെ ആയിരുന്നല്ലേ? എനിക്കിന്ന് അവധിയാ, നീ പോന്നില്ലേ? എനിക്ക് സ്കൂളൊക്കെ ഉണ്ട്, ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കണ്ട.
ഏനെ ഞാൻ പോത്തില്ല, ഇവനെ കൊണ്ടുവിട്ടാലോ? ഞാൻ പോത്തില്ല. ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ട്. ഈ പുട്ടല്ലേ അമ്മേ നമ്മൾ ഇന്നലെ വെള്ളത്തിട്ട് വെച്ചേ? ഇന്നലെ അരി വെള്ളത്തിൽ ഇട്ട് പക്ഷെ അരി കറുത്തേ പുട്ട് വെളുത്താണല്ലോ. അരി കറുത്തതല്ല, ചുവന്ന അരിയല്ലേ? പുട്ടിന് ഒരു ചുവപ്പ് കളറല്ലേ? അത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കുതിർന്ന് കഴിയുമ്പോഴേ അതിന്റെ ആ കളറൊക്കെ അങ്ങ് പോകുമല്ലോ. നല്ല സോഫ്റ്റ് പുട്ട്. കടലക്കറിക്കകത്തുനിന്ന് കുറച്ച് കടല കോരിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യും. കുഞ്ഞിക്ക് ചോറിന് കൊടുത്തോടെ. പക്ഷെ കുഞ്ഞിന്ന് പോത്തില്ല, റോസ്റ്റ് ചെയ്യണ്ട. അതിനാ കുഞ്ഞിയുടെ കൂട്ടുകാരും ഇല്ലെന്ന്. ഇല്ല, റോസ്റ്റ് ചെയ്യണ്ട. അപ്പൊ പിന്നെ നീ മാത്രം പഠിക്കണം ആഗ്രഹമുള്ള ഒരേ ഒരാളെ ഉള്ളു കുഞ്ഞിയുടെ ക്ലാസ്സിൽ. അതെ അതെ അതെ. കുഞ്ഞി എന്നാണേലും പോയത് ഇല്ലില്ല, അല്ലേടാ? നീ കൊണ്ടുവിടും. ഞാൻ പോത്തില്ല. നീ പോയില്ലേ, അവൻ കൊണ്ടുവിടും. എളുപ്പം റെഡി ആയിക്കോ. അപ്പം രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഉച്ചക്കത്തെ ഉള്ള ചോറും കറിയും എല്ലാം ആയി. പോവാ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.